പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 6ൻ്റെ ചാപ്റ്റർ 4-ലെ പേജ് നമ്പർ 93-ലെ ഫിഗർ ഇറ്റ് ഔട്ടിൻ്റെ 8th ക്വസ്റ്റ്യൻ മുതലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. മുതോൾ ഹോൺസ്, എ ടൈപ്പ് ഓഫ് ബ്രീഡ് ഓഫ് ഇന്ത്യൻ ഡോഗ്സ്, ആർ ലാർജ്ലി ഫൗണ്ട് ഇൻ നോർത്ത് കർണാടകാസ്, Bagalkote and Vijayapura districts. The government took an initiative to protect this breed by providing support to those who adopted these dogs. Due to this initiative, the number of these dogs increased. The number of Mudol dogs in 6 villages of Karnataka are as follows. ഒരു ഇന്ത്യൻ ഡോഗ്സിലെ ഒരു ബ്രീഡാണ് മുതോൾ ഹോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനെ അഡോപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഇനിഷ്യേറ്റീവിൻ്റെ ഫലമായിട്ട് ഡോഗ്സിൻ്റെ നമ്പർ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അപ്പോൾ കർണാടകയിലെ 6 വില്ലേജിലെ മുതോൾ ഡോഗ്സിൻ്റെ നമ്പേഴ്സാണ് ഇവിടെ തന്നിട്ടുള്ളത്. വില്ലേജ് എയിൽ 18, വില്ലേജ് ബിയിൽ 36, വില്ലേജ് സിയിൽ 12, വില്ലേജ് ഡിയിൽ 48, വില്ലേജ് ഇയിൽ 18, വില്ലേജ് എഫിൽ 24. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ വേണ്ടി ഒരു പിക്ടോഗ്രാഫ് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിക്ടോഗ്രാഫ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് കോളം എന്തായിരിക്കും? വില്ലേജ് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് കോളം വില്ലേജ് എഴുതാം. ഇനി സെക്കൻഡ് കോളം എന്തായിരിക്കും? നമ്പർ ഓഫ് ഡോഗ്സ്. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ സ്കെയിൽ എഴുതണം. അപ്പോൾ ഒരു ഡോഗ് എത്ര, അതായത് നമ്മൾ എടുക്കുന്ന ഒരു സിമ്പൽ എത്ര എണ്ണത്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മളിവിടെ കാണിക്കണം. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് നമ്മളിവിടെ നോക്കുക. 18, 36, 12, 48, 18, 24 അങ്ങനെയാണ്. കുറച്ച് 48 ഒക്കെ കുറച്ച് വലിയ നമ്പേഴ്സാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എടുത്താൽ മാത്രമേ നമുക്കിവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ നമുക്കിവിടെ നിങ്ങൾ നോക്കുക, ഇതെല്ലാം 6ൻ്റെ മൾട്ടിപ്പിൾസ് ആണല്ലേ. അപ്പോൾ നമുക്ക് 6 വെച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ പിക്ടോഗ്രാഫ് നമുക്ക് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കെയിലിൽ വരയ്ക്കാം കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 4 വെച്ചിട്ടെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 6 വെച്ചിട്ടെടുക്കാം. എങ്ങനെ വെച്ചാലും നിങ്ങളിവിടെ സ്കെയിൽ എഴുതുക. അതനുസരിച്ചായിരിക്കണം നമ്മളിവിടെ വരയ്ക്കുന്ന സിമ്പിൾസിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങളിപ്പോൾ 6 ആണ് എടുക്കുന്നതെങ്കിൽ 4 എടുക്കുന്ന വേറൊരാളെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ 4 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരുന്ന നമ്പർ ഓഫ് ഡോഗ്സിൻ്റെ അത്രയും ആയിരിക്കത്തില്ല 6 എടുക്കുന്ന ആളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് സ്കെയിൽ ഇവിടെ എടുക്കുന്നോ അതനുസരിച്ചുള്ളത് നിങ്ങളിവിടെ വരയ്ക്കുക. ഓക്കെ. ഞാൻ ഈ ഒരു സിമ്പിളിനെ ഞാൻ 6 ആയിട്ട് എടുക്കുന്നു. ഇത് 6 ഡോഗ്സ് ആയിട്ട് എടുക്കുന്നു. ഇനി നമുക്ക് വില്ലേജ് എ തൊട്ട് എഫ് വരെയാണുള്ളത് അല്ലേ. അപ്പോൾ അത് നമുക്കിവിടെ എഴുതാം. എ, ബി, സി, ഡി, ഇ, എഫ്. അപ്പോൾ നോക്കിയാൽ വില്ലേജ് എയിൽ 18 ആണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര പിക്ചർ വരയ്ക്കേണ്ടി വരും? നോക്കിയേ, എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. നമുക്ക് 18 ഡോഗ്സ് ആണ് വില്ലേജ് എയിലുള്ളത്. അപ്പോൾ ഇവിടെ ഒരു സിമ്പിൾ നമ്മൾ 6 ആയിട്ട് എടുത്തു. അപ്പോൾ എത്ര എണ്ണം വരയ്ക്കണമെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ 18/6 ചെയ്താൽ മതി അല്ലേ. എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഡോഗ്സ് നമ്മൾ എത്ര എണ്ണം വരയ്ക്കണം? 3 എണ്ണം നമ്മളിവിടെ വരയ്ക്കണം. അപ്പോൾ 1, 2, 3. ഓക്കെ. ഇനി അടുത്തത് വില്ലേജ് ബിയിൽ. അപ്പോൾ വില്ലേജ് ബിയിൽ എത്രയാണ്? 36 ഡോഗ്സ് ആണുള്ളത്. അപ്പോൾ നമ്മളിവിടെ എത്ര എണ്ണം വരയ്ക്കേണ്ടി വരും? എങ്ങനെ കണ്ടുപിടിക്കാം? 36/6 ചെയ്താൽ മതി. 6 6 are 36. അപ്പോൾ ബിയിൽ നമ്മൾ 6 പിക്ചറുകൾ, 6 സിമ്പിളുകൾ നമ്മളിവിടെ വരയ്ക്കണം. ഓക്കെ. ഇനി അടുത്തത് വില്ലേജ് സിയിൽ 12 ആണ്. അപ്പോൾ കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? 12/6 ദാറ്റ് ഈസ് 2. അപ്പോൾ ഇവിടെ സിയിൽ നമുക്ക് 2 വരയ്ക്കണം. അപ്പോൾ 1, 2. ഇനി അടുത്തത് വില്ലേജ് ഡിയിൽ. വില്ലേജ് ഡിയിൽ 48 ആണ്. അപ്പോൾ 48/6 ചെയ്ത് നോക്കണം. 48/6 ചെയ്താൽ എന്ത് കിട്ടും? 8 കിട്ടും അല്ലേ. 6 8 are 48. അപ്പോൾ ഇവിടെ 8 സിമ്പിൾസ് നമ്മളിവിടെ വരയ്ക്കണം. ഇനി അടുത്തത് വില്ലേജ് ഇയിൽ 18 ആണ്. 18 വരുമ്പം വില്ലേജ് എയിലും 18 ആയിരുന്നു. അന്നേരം നമ്മൾ എത്രയാണ് വരച്ചത്? 3. 18/6 is 3. അപ്പോൾ വില്ലേജ് ഇയിൽ നമുക്ക്
3 എണ്ണം വേണം. ഇനി അടുത്തത് വില്ലേജ് എഫിൽ 24 ആണ്. അപ്പോൾ 24 ഡിവൈഡഡ് ബൈ 6 എന്ത് വരും? 6 × 4. അപ്പോൾ ഇവിടെ 4 വരയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിമ്പിൾസ് വരയ്ക്കാം. ഞാനിവിടെ ലാപ്ടോപ്പിൽ ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ ഈ പിക്ചർ എടുത്ത് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് സ്മൈലി ഫേസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അത് വരയ്ക്കാം കേട്ടോ. എളുപ്പത്തിൽ എന്താണോ അതനുസരിച്ച് വരയ്ക്കാം. അപ്പോൾ ഇവിടെ 4 ഇങ്ങനെയാണ് നമ്മൾ പിക്ടോഗ്രാഫ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കോളം എന്തായിരിക്കണം? വില്ലേജ് ആയിരിക്കണം. സെക്കൻഡ് കോളം നമ്പർ ഓഫ് ഡോഗ്സ് ആയിരിക്കണം. റൈറ്റ് സൈഡിൽ നിങ്ങളിവിടെ സ്കെയിൽ എഴുതാൻ മറന്നു പോകരുത്, അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ പിക്ടോഗ്രാഫ് നമ്മൾ വരയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ ആൻസർ ചെയ്യണം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വിൽ ബി എ യൂസ്ഫുൾ സ്കെയിൽ ഓർ കീ ടു ഡ്രോ ദിസ് പിക്ടോഗ്രാഫ്? ഈ പിക്ടോഗ്രാഫ് വരയ്ക്കുന്നതിനുള്ള യൂസ്ഫുള്ളായിട്ടുള്ള സ്കെയിൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് നമ്മളിവിടെ സ്കെയിൽ എടുത്തത്? 1 symbol ഈസ് ഈക്വൽ ടു 6 dogs എന്നാണ് എടുത്തത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കിതിൻ്റെ ആൻസർ എന്തെഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു 6 dogs. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി സിമ്പിൾസ് വിൽ യു യൂസ് ടു റെപ്രസെൻറ്റ് ദ ഡോഗ്സ് ഇൻ വില്ലേജ് ബി? വില്ലേജ് ബിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ എത്ര സിമ്പിൾസ് യൂസ് ചെയ്തു? എത്ര എണ്ണം യൂസ് ചെയ്തു? 1 2 3 4 5 6 സിമ്പിൾസ് യൂസ് ചെയ്തു. 6 സിമ്പിൾസ്. ഇനി നിങ്ങൾ ഒരു സിമ്പിൾ 4 ആയിട്ടായിരുന്നു എടുത്തിരുന്നെങ്കിൽ ഇവിടെ എന്ത് വന്നേനെ? ബിയിൽ ടോട്ടൽ എത്രയാണ്? 36 ആണ്. അപ്പോൾ നമ്മൾ 4 ആണ് എടുക്കുന്നതെങ്കിൽ 9 സിമ്പിൾസ് ഇവിടെ വന്നേനെ. 9 × 4 36. അപ്പോൾ ഇവിടെ 9 സിമ്പിൾസ് വന്നേനെ. നിങ്ങൾ എത്രയാണോ ഒരു സിമ്പിളിന് ചൂസ് ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങളുടെ സിമ്പിൾസിൻ്റെ നമ്പറും മാറും കേട്ടോ. അടുത്തത് Kamini said that the number of these dogs in village B and village D together will be more than the number of these dogs in the other 4 villages. Is she right? Give reason for your response. അപ്പോൾ കമിനി എന്താ പറഞ്ഞത്? വില്ലേജ് ബിയിലെയും വില്ലേജ് ഡിയിലെയും കൂടെ ചേരുന്നത് എന്താണെന്നാണ് പറഞ്ഞത്? വിൽ ബി മോർ ദാൻ ദ നമ്പർ ഓഫ് ദീസ് ഡോഗ്സ് ഇൻ ദി അതർ 4 വില്ലേജസ്. അതായത് ബാക്കിയുള്ള 4 വില്ലേജുകളിനെക്കാട്ടിൽ കൂടുതലായിരിക്കും വില്ലേജ് ബിയിലെയും വില്ലേജ് ഡിയിലെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഈ വില്ലേജ് ബിയിലെ നമ്പർ ഓഫ് ഡോഗ്സും വില്ലേജ് ഡിയിലെ നമ്പർ ഓഫ് ഡോഗ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ബാക്കിയുള്ള ഈ ACEF ഈ 4 വില്ലേജിലേതും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെക്കാട്ടിൽ കൂടുതലായിരിക്കും എന്നാണ് പറഞ്ഞത്. അത് ശരിയാണോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടൊന്ന് എഴുതി നോക്കാം. നമ്പർ ഓഫ് ഡോഗ്സ് ഇൻ വില്ലേജ് ബി. വില്ലേജ് ബിയിൽ എത്ര ഡോഗ്സ് ആയിരുന്നു? വില്ലേജ് ബിയിൽ 36 ആയിരുന്നു അല്ലേ. വില്ലേജ് ബിയിൽ 36 ആയിരുന്നു. അടുത്തത് നമ്പർ ഓഫ് ഡോഗ്സ് ഇൻ വില്ലേജ് ഡി. വില്ലേജ് ഡിയിൽ എത്രയാണ്? 48. ടോട്ടൽ നമ്പർ ഓഫ് ഡോഗ്സ് ഇൻ വില്ലേജ് ബി ആൻഡ് ഡി ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം? 36 + 48 ഈസ് ഈക്വൽ ടു 84. അപ്പോൾ ഈ 2 വില്ലേജിലേത് മാത്രം നമുക്ക് 84 എന്ന് കിട്ടി. ഇനി അടുത്തത് ടോട്ടൽ നമ്പർ ഓഫ് ഡോഗ്സ് ഇൻ അതർ 4 വില്ലേജസ്. ബാക്കിയുള്ള 4 വില്ലേജിലെ കണ്ടുപിടിക്കണേ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ള 4ഉം കൂടെ ആഡ് ചെയ്യണം. എത്രയൊക്കെയാണ്? 18 12 18 24 അല്ലേ. അത് 4ഉം കൂടെ ആഡ് ചെയ്യുന്നു. 18 + 12 + 18 + 24 എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 72 എന്ന് കിട്ടും. അപ്പോൾ കമ്പനി എന്താ പറഞ്ഞത്? വില്ലേജ് ബിയിലെയും ഡിയിലെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ 4 എണ്ണം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെക്കാട്ടിൽ കൂടുതലായിരിക്കും. ആണല്ലോ. 84 ഈസ് ഗ്രേറ്റർ ദാൻ 72 അല്ലേ. ഈ 4 എണ്ണം ആഡ് ചെയ്തതിനെക്കാട്ടിൽ കൂടുതലാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ക്ലിയർലി ദ നമ്പർ ഓഫ് ഡോഗ്സ് ഇൻ വില്ലേജ് ബി ആൻഡ് വില്ലേജ് ഡി ടുഗദർ ഈസ് മോർ ദാൻ ദ ടോട്ടൽ നമ്പർ ഓഫ് ഡോഗ്സ് ഇൻ അതർ 4 വില്ലേജസ്. ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എഴുതണം. സോ
കമിനി ഈസ് റൈറ്റ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? കമിനി റൈറ്റ് ആണ് എന്ന് പറയാം. ഓക്കെ, ഗിവ് റീസൺ എന്നുള്ളതിന് നിങ്ങളിത് എഴുതിയിട്ട് ഞാൻ പറഞ്ഞ സ്റ്റെപ്പും കൂടെ എഴുതുക. ക്ലിയർലി ദ നമ്പർ ഓഫ് ഡോഗ്സ് ഇൻ വില്ലേജ് ബി ആൻഡ് വില്ലേജ് ഡി ടുഗദർ ഈസ് മോർ ദാൻ ദ ടോട്ടൽ നമ്പർ ഓഫ് ഡോഗ്സ് ഇൻ അതർ 4 വില്ലേജസ്. ആ സ്റ്റെപ്പും കൂടെ എഴുതിയിട്ട് വേണം സോ കമിനി ഈസ് റൈറ്റ് എന്ന് എഴുതാനായിട്ട് കേട്ടോ.